ഇടുങ്ങിയിട്ടുള്ളതാകുന്ന വീട് അതും പരാജയത്തിന്റെ ലക്ഷണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങൾക്കൊന്നും മതിയാവുന്നില്ല. വീടിനെപ്പോഴും ഒരു വിശാലത വേണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞ് 50,000 അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് പണിയൊന്നും നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓരോരുത്തർക്കും അവരവർക്ക് യോജിച്ച നിലയ്ക്ക് മനോഹരമായ വീട് വേണം. വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം കണ്ട് റൂമുണ്ടായിക്കോട്ടെ, അതിനൊന്നും തെറ്റില്ല. പക്ഷെ അവരതിന് പ്രായമാകുമ്പോൾ മതി. നേരത്തെ തന്നെ റൂം പണിത് വെച്ചിട്ട് പിശാചിന് വസിക്കുന്ന റൂമായി മാറാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. വൽ മസ്കനു ളയ്യിഖു, ഇടുങ്ങിയതാകുന്ന വീട് അത് പരാജയത്തിന്റെ ലക്ഷണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വര്യൻ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങൾ മനോഹരമായ വീട്ടിൽ വസിച്ചവരാണ്. കസറ ഫീഹി അംവാലുനാ വകസറ ഫീഹി അഅദാദുനാ. ആ വീട്ടിൽ ഞങ്ങൾ വസിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കുടുംബമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മക്കൾ അനവധിയാണ്, നിരവധിയാണ്. വകസറ ഫീഹി അംവാലുനാ, ഞങ്ങൾക്ക് സമ്പത്തും ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇതാ ഞങ്ങൾ ആ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ഒരുപാട് വിശാലമായ വീടാണ്. പക്ഷേ ഖല്ലത്ത് ഫീഹി അംവാലുനാ വഖല്ലത്ത് ഫീഹി അഅദാദുനാ. ഈ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം ഞങ്ങളുടെ ആളുകളിൽ എണ്ണം കുറവായി തുടങ്ങിയിട്ടുണ്ട് റസൂലേ. പലരും പലവിധ അസുഖങ്ങൾ മുഖേന മരണപ്പെടാ തുടങ്ങിയിട്ടുണ്ട് റസൂലേ. വഖല്ലത്ത് ഫീഹി അംവാലുനാ, ഇങ്ങോട്ട് താമസം മാറിയതിന് ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് വല്ലാതെ ചുരുങ്ങിപ്പോയിട്ടുണ്ട് റസൂലേ. ബിസിനസ് എല്ലാം താറുമാറാണ്, താറുമാറാൻ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ആ സ്വഹാബി വര്യനോട് പറയുകയാണ്, ദറൂഹാ ദമീമാ, ദറൂഹാ ദമീമാ. നിന്റെ കൈവശമുള്ളതാകുന്ന ഇപ്പോഴുള്ള വീട് അതങ്ങ് വിറ്റേക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായി പറഞ്ഞത്? മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം മാറിയതാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അവിടെയുള്ളതുപോലെ ജീവിതത്തിൽ ഐശ്വര്യമില്ല. വീട്ടിൽ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഓരോ മരണങ്ങൾ സംഭവിക്കുന്നു, ദുർമരണങ്ങൾ ഉണ്ടാവുന്നു, സമ്പത്ത് വല്ലാതെ ചുരുങ്ങിപ്പോകുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പലയിടത്തും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. ഒരു മരണം സംഭവിച്ചു, 2 അതല്ല ഈ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരണങ്ങൾ അധികരിക്കാൻ ആ വീട്ടിലുള്ളവരൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഓരോ അപകടങ്ങൾ വരുന്നു, ദുരിതങ്ങൾ വരുന്നു, പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാകുന്നു, സമ്പത്ത് ചുരുങ്ങുന്നു, ബിസിനസ് ഒക്കെ താറുമാറാകാൻ. അപ്പൊ നബിയോട് ഈ കാര്യം പറഞ്ഞപ്പോ നബി പറഞ്ഞു, ദറൂഹാ ദമീമ, അതങ്ങ് കൊടുക്കും സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഒഴിവാക്കാൻ പ്രവാചകർ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ അത് നല്ലൊരു വിലയ്ക്ക് വിറ്റിട്ട് മറ്റൊരിടത്തേക്ക് മാറുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ മരിച്ചു, സ്വാഭാവികമാണ്, വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരിക്കും, ഉടനെ തന്നെ അതൊക്കെ വിൽക്കാൻ വെക്കാണ്, OLX കൊണ്ടിട്ടേക്കാണ് പേര വിൽക്കാൻ വേണ്ടി. അതല്ല പറഞ്ഞത്. സാധാരണ വീടുകളിൽ 1-2 മരിപ്പൊക്കെ നടക്കും, സ്വാഭാവികമാണ്. വീട്ടിലുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മരണപ്പെട്ടുണ്ടായി. അങ്ങനെ അതുപോലെ തന്നെ സമ്പത്ത് വല്ലാതെ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഉണ്ടായാൽ ആ വീടങ്ങ് ഒഴിവാക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി നല്ലൊരു വിലയ്ക്ക് വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറും.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ് ഈ 4 കാര്യങ്ങൾ. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ: സ്വാലിഹത്തായ ഇണ, മനോഹരമായ നല്ല വിശാലമായ വീട്, ഓരോരുത്തർക്കും അനുയോജ്യമായ വീട്, നല്ല മനോഹരമായ വാഹനം, അതുപോലെ തന്നെ നല്ല അയൽപക്കം. ഇത് 4 ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ഒരു വീട് നമ്മൾ വെക്കാൻ തുനിയുമ്പോൾ ആദ്യം ഇതെല്ലാം നോക്കണം. നല്ല അയൽപക്കമാണോ നോക്കണം. ഒരു സ്ഥലത്ത് വീട് വെക്കാൻ പോവാണ്, പുതുതായിട്ട് നമ്മൾ ഇനി പണിയാൻ പോവാണ്, ആദ്യം നോക്കേണ്ടത് ഇതാണ്. അല്ലാതെ പോയിട്ട് നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന കണ്ണായിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര വില കിട്ടുന്ന സ്ഥലമാണെന്നും പറഞ്ഞൊന്നും വാങ്ങാൻ നിൽക്കണ്ട. നമുക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളതാണോ, നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണോ നോക്കണം. ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അതിനാണ് ഈ പറയുന്നത്. പള്ളി, നമുക്ക് പള്ളിയിൽ പോയി വരാൻ അടുത്ത് പള്ളി സൗകര്യമുണ്ടോ? ഇതൊക്കെ മുൻകാലഘട്ടങ്ങളിൽ നോക്കിയിരുന്നു. ഇന്ന് പള്ളിയുടെ അടുത്ത് 10 സെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹ് നമുക്ക് വേണ്ട, 5 വക്കത്ത് പള്ളി പോകാൻ വേണ്ടി ഷാക്കിർദാരിമി വന്ന് നമ്മളെ വിളിച്ചുണർത്തും എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുക. ഇപ്പൊ പള്ളിയുടെ അടുത്ത് ആരും താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത കാലഘട്ടമാണ്. കാരണം എന്താ? സുബൈക്ക് ആചാരെ കണ്ടില്ലല്ലോ, മഗ്‌രിബിന് ആചാരെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാര് പള്ളിയിലെ ഉസ്താദ്. കാരണം ഏറ്റവും അടുത്ത് താമസിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേസമയത്ത് 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഒന്നും അറിയണ്ട, വരുന്നതും അറിയുന്നില്ല, പോകുന്നതും അറിയുന്നില്ല. എപ്പോഴെങ്കിലും ജുമായ്ക്ക് വന്ന് അസ്സലാമു അലൈക്കും സാറേ സുഖം തന്നെയല്ലേ എന്ന് വെച്ചിട്ട് പോയാൽ മതി. ആ പള്ളി വരുന്നില്ലല്ലോ, നമ്മുടെ അടുത്ത നിസ്കാര പള്ളിയുണ്ട് തൊട്ടപ്പുറത്ത്, അവിടെ പോകും സാർ. അപ്പം പള്ളി കയറിയിട്ട് 1.5 കൊല്ലമായി എന്നിട്ടാ പറയുന്നത് തൊട്ടപ്പുറത്ത് കയറുക. കാരണം അങ്ങനെ പറഞ്ഞിട്ട് ഊരാം, ആ ഒരു ചിന്താഗതിയാണ്. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. പള്ളിയുടെ അടുക്കൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നല്ല വെള്ള സൗകര്യം നോക്കി, നല്ല പള്ളി അടുത്തുണ്ടോ നോക്കി, അയൽവക്കക്കാരൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഒന്ന് അന്വേഷിച്ച് വെച്ചിട്ട് വേണം വീട് വെക്കാൻ. എങ്ങനെയുണ്ട് അവിടെ? ഈമാനുള്ള അഹ്ലുകാരാണോ, പള്ളിയുമൊക്കെ ബന്ധപ്പെടുന്ന ആളുകളാണോ? അതാണല്ലോ നല്ല അയൽവക്കമാണെന്നുള്ളതിന് ഒന്നാമത്തെ മുൻഗണന, അതാണല്ലോ നോക്കുക. അത് പള്ളിയിലെ ഉസ്താദുമാരോട് അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖരോട് മറ്റുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു വെച്ചിട്ട് വേണം നമ്മൾ അവിടെ വീട് പണിയാൻ തുടങ്ങാൻ. വീട് പണിത് കഴിയുമ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറവും അല്ലാഹ് കുടുങ്ങി കിടക്കാൻ, ശൈത്താനും കടലിനും ഇടയ്ക്ക് വിട്ട പോലെയായി. പിന്നെ കടന്ന് വീട് വിൽക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീടാണ് ഓരോന്ന് വരിക. ചിലപ്പോൾ സാലിഹത്തായ ഇണയെ നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. വീട് കിട്ടിയതിനു ശേഷം പിന്നീട് നോക്കി എല്ലാവരും എന്താ, നല്ലൊരു വാഹനം കൂടി വേണം, അതിന് പറ്റിയൊരു വാഹനവും വാങ്ങും. അത് വാങ്ങുമ്പോഴും നോക്കണം ഏതെല്ലാം വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിലുണ്ട്, അതിൽ ഏറ്റവും നല്ല മൈലേജ് ഉള്ള, ഏറ്റവും നല്ല ഈടുറ്റ, അവനവന്റെ സാമ്പത്തിക സ്രോതസ്സിനനുസരിച്ചിട്ടുള്ള നല്ല വാഹനം വാങ്ങിക്കുക. അതിനൊന്നും തെറ്റില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്ന ഒട്ടകം മുന്തിയിനം ഒട്ടകമായിരുന്നു. വല്ലബാ എന്നാണ് ഒട്ടകത്തിന്റെ പേര്. വ്യത്യസ്ത വാഹനങ്ങൾ ഉണ്ടായിരുന്നു പരിശുദ്ധ പ്രവാചകൻ. വലിയ വില കൂടിയിട്ടുള്ളതാകുന്ന വാഹനമാണ് എന്ന് മാത്രമല്ല, ലാ തുസ്ബഖു, മദീനയിൽ അന്നത്തേതാകുന്ന അക്കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ ഒട്ടകത്തേക്കാൾ മുൻകടക്കുന്നതാകുന്ന ഒട്ടകം വേറൊന്നില്ലായിരുന്നു. അത്ര സ്പീഡിൽ ഓടുകയും നടക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ നല്ല വാഹനം വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. സാമ്പത്തിക സ്രോതസ് അനുസരിച്ച് മതി. വലിയ ലോണൊക്കെ ഇട്ടിട്ട് അവസാനം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. വലിയ കൂടിയ വാഹനമൊക്കെ വാങ്ങിച്ച് പത്രാസ് കാണിക്കും. ചെറിയ പൈസക്ക് ഇപ്പോൾ വണ്ടി അടക്കാൻ പറ്റും. ഇറക്കി കഴിഞ്ഞ അടവ് വരുമ്പോഴത്തേക്കും പ്രയാസപ്പെടുക. പിന്നെ വീട് ഒന്നായിട്ട് കൊണ്ടുപോയി വിൽക്കേണ്ട അവസ്ഥ, ഭാര്യയുടെ കയ്യിൽ കിടന്ന സ്വർണം മുഴുവൻ ഊതിരി കൊടുക്കേണ്ട അവസ്ഥ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പത്രാസ് കാണിക്കാൻ 10 പേരുടെ മുന്നിൽ അങ്ങനെ ഒന്നും ചെയ്യരുത്. അവനവന്റെ സാമ്പത്തിക സ്രോതസ്സിനനുസരിച്ച് അവനവന് അനുയോജ്യമായ വാഹനം. ഒരാൾക്ക് കാർ ആവശ്യമില്ല, ചെറിയൊരു സ്കൂട്ടറാണെങ്കിൽ അതിന്റെ കാര്യമുള്ളൂ. കാർ വെറുതെ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് എന്താ കാര്യം? പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാര്യമില്ല. ഏത് വാഹനമായിക്കോട്ടെ ഉപയോഗശൂന്യമായിട്ടൊന്നും ഇടാൻ പാടില്ല. അത് വീടാണെങ്കിൽ പോലും ആവശ്യമില്ലാതെ ഒരു റൂം പണിയുന്നതിൽ കാര്യമില്ല. ഒരു വീടിന്റെ യഥാർത്ഥമാകുന്ന അടിസ്ഥാനം ആ വീട്ടിൽ താമസമുണ്ടാവലാണ്. വീട്ടിൽ ആൾതാമസം ഉണ്ടായിരിക്കണം. വീട് പണിതിട്ട് ചില ആളുകൾ വലിയ പടവന്താരം പോലെ വീട് പണിതിടും, അതിൽ ആൾതാമസം ഇല്ല, താമസിക്കാൻ ആളില്ല. അങ്ങനെ വരാൻ പാടില്ല. ആ വീട്ടിൽ ആഴ്ചയിലെങ്കിലും പോയി 2 റക്അത്ത് നിസ്കരിക്കണം. വീട് പണിതിടുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമസ്കാരം കൊണ്ട് ആ വീട് ജീവസ്വച്ഛതാക്കണം, ഇല്ലെങ്കിൽ പിശാച് കയറി രാപാർക്കും. അങ്ങനത്തെ വീടുകൾ പിന്നീട് ബറക്കത്തുണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസകരമാകും.
ഒരു വീട്, ആ വീട് തീർച്ചയായിട്ടും വാസയോഗ്യമായിരിക്കണം, താമസിക്കണം. ആര് താമസിക്കണം? ദീനുള്ള, മതബോധമുള്ള, മതനിഷ്ഠയുള്ളതാകുന്ന സഹോദരനും സഹോദരിയുമായിരിക്കണം അവിടെ താമസിക്കേണ്ടത്. അങ്ങനെയുള്ള കുടുംബം താമസിച്ചാൽ ആ വീട് വലിയ ഐശ്വര്യമുള്ളതാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ നിങ്ങൾ ആ വീട്ടിന്റെ ഉമ്മറത്ത് എത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും പറയണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു വീട് എങ്ങനെ ബറക്കത്തുണ്ടാക്കിയെടുക്കാം? ആദ്യമായി വീട്ടിനുള്ളിലേക്ക്, വീടിന്റെ മുൻവശത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ എന്ത് പറയണം? അസ്സലാമു അലൈക്കും പറയണം. ആര് പറയണം? ആര് പറയണം? വീട്ടുകാരൻ തന്നെ പറയണം. നമ്മൾ ഇന്ന് അതെല്ലാം മാറി. ഇന്ന് പാശ്ചാത്യർ കൊണ്ടുവച്ചിരിക്കുന്ന കോളിംഗ് ബെല്ലുണ്ട്, അതിനകത്ത് അസ്സലാമു അലൈക്കും പറഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇവൻ വാഗൊണ്ട് ഒരു അസ്സലാമു അലൈക്കും പറയില്ല. അങ്ങനെയല്ല വേണ്ടത്. വീടിന്റെ വാതിക്കലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം, വീട്ടുകാരൻ പറയണം. വീട്ടിലുള്ളവരത് കേട്ടിട്ട് സലാം അടക്കണം. വലൈക്കും സലാം. ഉറക്കമടക്കിയെന്നല്ല, ശബ്ദം താഴ്ത്തിയിട്ടാണെങ്കിലും അടക്കിയാൽ മതി, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇനി കേട്ടു, പുരുഷന്മാരാണ്, ഉറക്ക കൊടുക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കാം, അതിന് പ്രശ്നമല്ല. വിശാലമായ വീടാണ്, ഇവിടേക്ക് ശബ്ദം എത്തുന്നില്ല എങ്കിൽ നേരെ മുന്നിൽ വന്നിട്ട് വലൈക്കും അസ്സലാം പറഞ്ഞാൽ മതി. പക്ഷെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കണം. അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ കടക്കരുതേ, പോകരുതേ. ഹത്താ തസ്തനിസു വ തുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങൾ ആ വീട്ടിലേക്ക് കടക്കുമ്പോ നിങ്ങൾ അസ്സലാമു അലൈക്കും പറയാതെ പ്രവേശിക്കരുതേ. ദാലികും ഖൈറുൽ ലക്കും, ഏറ്റവും കരണീയമായ, ഏറ്റവും വലിയ സുകൃതമാണിതെന്ന് വിശുദ്ധമായ ഖുർആൻ. فإن لم تجدوا فيها أحدا, ആ വീടിന്റെ ഉമ്മറത്ത് അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നിങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഒരാളെ പോലും എത്തിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ വീടാകട്ടെ മറ്റൊരാളുടെ വീടാകട്ടെ, ഫലാ തദ്ഖുലൂഹാ അബദാ, മറ്റൊരാളുടെ വീടുകളിലാണ് എങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണേ. ആ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പാടില്ല, വീട്ടിനുള്ളിലേക്ക് കടക്കാൻ പാടില്ല. ഫലാ തദ്ഖുലൂഹാ അബദാ ഹത്താ യുഅ്ദന ലക്കും, ആ വീട്ടുകാര് നിങ്ങൾക്ക് അനുവാദം നൽകാതെ ആ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് കയറുവാനോ, വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുവാനോ, കതക തുറക്കുവാനോ, വീട്ടിനുള്ളിലേക്ക് കയറി ചെല്ലുവാനോ പോകരുതേ. എന്റെ കുടുംബക്കാരുടെ വീടാകാം, എന്റെ എളാപ്പയുടെ വീടാണ് ഉസ്താദേ, എന്റെ മൂത്താപ്പയുടെ വീടാണ് ഉസ്താദേ, എന്റെ കൊച്ചുമ്മായുടെ വീടാണ് ഉസ്താദേ, എന്റെ എളാമയുടെ വീടാണ് ഉസ്താദേ, പോകരുതേ. ഫലാ തദ്ഖുലൂഹാ അബദാ, മറ്റൊരാളുടെ വീടുകളിലേക്ക് നിങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വരാതെ, അനുവാദം ലഭിക്കാതെ, അവർ അനുവാദം നൽകാതെ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ.
വഇൻ ഖീല ലകും ഉർജിഊ ഫർജിഊ. വീട്ടുകാര് വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് അവർ മറയിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങൾ പറയുകയാണ്, ഇവിടെ ആളില്ല, തിരിച്ചു പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഫർജു, മടങ്ങി പൊയ്ക്കോണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ആരാണിത് ശ്രദ്ധിക്കുന്നത്? മുഅ്മിനേ. എത്രയെത്ര ചെറുപ്പക്കാര് ഈ കാര്യം ഗൗനിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. എത്രയെത്ര ആളുകൾ ഈ പറഞ്ഞതാകുന്ന ഖുർആനിന്റെ പ്രഖ്യാപനത്തെ ഗൗരവമായി കാണുന്നുണ്ട്. പറയണേ, അന്യന്റെ വീട്ടിലേക്ക് പോയിട്ട് ഒളിഞ്ഞു നോക്കാൻ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരില്ലയോ? അവരുടെ ജനൽപ്പാളികളിലൂടെ കണ്ണ് നട്ടുകൊണ്ടകത്തേക്ക് നോക്കുന്നവരില്ലയോ? കോളിംഗ് ബെല്ല് 2-3 പ്രാവശ്യം അടിച്ചിട്ട് പോലും ആരുമില്ല എന്ന് അറിയുമ്പോൾ തിരിച്ചു പോകാൻ തയ്യാറാകാതെ വീട് ചുറ്റും കറങ്ങി നടക്കുന്നവരില്ലയോ? ആ വീടിന്റെ ജനൽപ്പാളികൾ തുറന്നുകൊണ്ട് ഒളിയമ്പുകൾ എറിയുന്നവരില്ലയോ? പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. ശ്രദ്ധിക്കണം. നമ്മളവിടെ പോയി 2 ബെല്ലടിക്കും. ഒറ്റ ബെല്ല് തന്നെ ചിലപ്പോൾ അടിച്ചിട്ട് പതുക്കെ നേരെ പോകുന്നു കുളിമുറിയുടെ ഭാഗത്തോട്ട്. താത്ത കുളിക്കുവായിരുന്നു, അവിടെ ഒന്ന് ബെല്ലടിച്ച് കണ്ടില്ലായിരുന്നു. അതാണ് അവസ്ഥ. ഇല്ലെങ്കിൽ ജനല് നോക്കാണ്. അജയര 5 ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, നോട്ടത്തിനൊരു കുറവുമില്ല. കണ്ണു കുത്തി അങ്ങ് പൊട്ടിച്ചേക്കണം. അല്ലാഹു ആക്കട്ടെ. ശ്രദ്ധിക്കണേ. മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദ പരിശുദ്ധ ദീൻ പഠിപ്പിക്കാൻ അല്ലാഹു നമുക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. കാരണം വീട് എന്ന് പറയുന്നത് അഭയകേന്ദ്രമാണ്. ആ അഭയകേന്ദ്രത്തിനുള്ളിൽ കഴിയുന്നവരാണവർ. അവിടേക്ക് നമ്മൾ അതിക്രമിച്ച് കയറാൻ പാടില്ല. ഏതുപോലെ? പള്ളി പോലെ. പള്ളിയും അഭയകേന്ദ്രമാണ് മുഅ്മിനിന്, വീടും അഭയകേന്ദ്രമാണ്. അതുകൊണ്ടാണ് പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാല്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാല്, വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാല്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്. ഉംറയ്ക്ക് പോവാണെങ്കിലോ ഏത് കാലം? വാതിലിനോട് എന്നിട്ട് ഒറ്റ ചാട്ടം. അതാകുമ്പോ പിന്നെ കുഴപ്പമില്ല, 2 കാലും. ഉംറയ്ക്ക് പോയാലും ഹജ്ജിന് പോയാലും ഏത് കാലും വെക്കണം? അതാ പറഞ്ഞത്, ഇടത് കാല്. ഏത് കാലാണ്? ഇടത് കാല്. വീട്ടിനുള്ളിലേക്ക് കയറുമ്പോ വലത്, വീട്ടിനുള്ളിൽ നിന്ന് എവിടേക്ക് ഇറങ്ങിയാലും ഇടത്. പഠിച്ചു വെച്ചു. പള്ളിയിലേക്ക് കയറുന്ന പോലെ തന്നെ. പള്ളിയിൽ കയറുമ്പോ ഏതാണ്? വലത്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത്. അതെന്താ ഉസ്താദേ ഹജ്ജിന് ഉംറയ്ക്ക് പോകുമ്പോ വലതുകാലം വെക്കാത്ത? എന്താ അങ്ങനെ? മോമിനായ മനുഷ്യനെ ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ബാക്കിയൊന്നും നല്ലതല്ലേ? ബാക്കിയൊക്കെ നീ എന്താ വരും? കുറിപ്പ് കാണാൻ പോകണം. തിയേറ്ററിലോട്ട് പോയതാണ്. എവിടെ പോയതാ? മോമിനായ മനുഷ്യന് എന്ത് ചെയ്യുന്നത് നല്ലതല്ലേ? അപ്പൊ അവന് ഏത് കാല് വെച്ചാലും ശരി തന്നെയാണ്. അപ്പൊ ഇടത് കാല് തന്നെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാല്. വീട് അഭയകേന്ദ്രമാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് എപ്പോ കയറിയാലും വലത് കാല് വെച്ചേ കയറാവുള്ളൂ. ആ അഭയകേന്ദ്രത്തിൽ നിൽക്കുന്നവരോട് പ്രത്യേകം റെസ്പെക്ട് വേണം. ആ വീടിനുള്ളിൽ അതിക്രമിച്ച് കയറാൻ പാടില്ല, ഒളിഞ്ഞു നോക്കാൻ പാടില്ല. അത് ആരുടെ വീട്ടിലായിരുന്നാലും, ഒരൊരു അമുസ്ലിമിന്റെ വീട്ടിലായിരുന്നാലും പാലിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. മുഅ്മിനീങ്ങളോട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅ്നിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. സമാധാനം പുൽകി അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടേ നിങ്ങൾ അങ്ങോട്ട് പോകാവുള്ളൂ. അങ്ങനെ തന്നെ വേണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സാറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാസിലിനാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി കടന്നു വന്നു. ഫഖാല അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും അവന്റെ കരുണയും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഖൈസർ റളിയല്ലാഹു അൻഹു പറയാൻ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാ, ചെറിയ മകൻ. അദ്ദേഹം പറയാണ്, അപ്പൊ ഞാനും എന്റെ വാപ്പയും നബി തങ്ങൾ സലാം പറയുന്നത് കേട്ടു. വാപ്പ ഉടനെ ഫറദ്ദ സലാമ ഖഫിയൻ, വാപ്പ ഉടനെ സലാം അടക്കി. എങ്ങനെ? വലൈക്കുമുസ്സലാം. പതുക്കെ, നബി കേൾക്കുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കണേ, വാപ്പ പതുക്കെ സലാം അടക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒളിഞ്ഞു നോക്കിയോ? ഇല്ല. എന്ത് ചെയ്തു? വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, രണ്ടാമത് വീണ്ടും സലാം പറഞ്ഞു. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വീണ്ടും സലാം അടക്കി. ഫറദ്ദ സലാമ ഖഫിയൻ, പതുക്കെ സലാം അടക്കി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കുന്നുണ്ട്, പക്ഷെ ആര് കേൾക്കുന്നില്ല? നബി കേൾക്കുന്നില്ല. ഒരാൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ അയാൾ കേൾക്കെ വലൈക്കും അസ്സലാം അടക്കണം. അതാണ് ഇസ്ലാമിക നിയമം. പക്ഷെ ഇവിടെ അത് ചെയ്യുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞു. അദ്ദേഹം സലാം പതുക്കെ മടക്കി. അപ്പൊ മകൻ ചോദിച്ചു, ഖൈസർ റളിയല്ലാഹു അൻഹു, പാപ്പ എന്തായി കാണിക്കുന്നത്? അലാ തഅദുനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്ക് അനുവാദം കൊടുക്കുന്നില്ലേ? നമ്മൾ സലാം മുടക്ക പറഞ്ഞാലല്ലേ നമ്മളിവിടെ ഉണ്ടെന്ന് അറിയുള്ളൂ, നബി ഇങ്ങോട്ട് വരുവുള്ളൂ. നബിക്ക് അനുവാദം കൊടുക്കാതെ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പൊ ഉടനെ വാപ്പ പറയാണ്, സഅദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, സഅദ് റളിയല്ലാഹു അൻഹു പറക്ക പറയും, അവരുടെ പേര് പറഞ്ഞിട്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബത്തിൽ പ്രമുഖനാണ് സയ്യിദുന സഅദ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് ആരൊക്കെ? അബൂബക്കറുൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ബിൻ നൂറൈൻ, അലിയുൽ മുർത്തള, സയ്യിദുനാ സഅദ് വസയ്യിദുനാ സഈദ് വസയ്യിദുനാ സുബൈർ വസയ്യിദുനാ തുൽഹത വസയ്യിദുനാ അബീ ഉബൈദത ആമിർ ഇബ്നുൽ ജറാഹി വസയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. 10 പേരുണ്ട്. ആ 10 പേരിൽ സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു, ആ സഅദ് റളിയല്ലാഹു അൻഹു ഈ പതുക്കെ സലാം അടക്കുന്നത്. അപ്പോൾ വാപ്പ മകനോട് പറഞ്ഞു, ഞാനിങ്ങനെ സലാം മടക്കുന്നത് പതുക്കെ മടക്കാനുള്ള കാരണം അതൊന്നുമല്ല, ലിതുക്സിറ അലൈന സലാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സലാമു അലൈക്കും ധാരാളം പറയട്ടെ. നബിയുടെ സലാം അധികരിപ്പിച്ചാൽ നമുക്ക് ഗുണമല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാകട്ടെ എന്ന് സലാം പറയുന്നത് ആരാ? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ അത് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടും. ആദ്യ പ്രാവശ്യം തന്നെ ഞാൻ വലൈക്കും അസ്സലാം ഉറക്കെ പറഞ്ഞ നബി അത് നിർത്തും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. 3 വട്ടം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതുക്കെ പിന്തിരിഞ്ഞു, പതുക്കെ തിരിച്ചു നടക്കാൻ തുടങ്ങി. കാരണം വീട്ടിലെ ആളില്ല. പരിശുദ്ധ പ്രവാചകന്റെ ചര്യ അങ്ങനെയാണ്. ഓടിച്ചെന്നു സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അഫ്വൻ യാ റസൂലല്ലാഹ്, മാപ്പ് ചെയ്യണം റസൂലേ, എന്തെങ്കിലും തെറ്റുകുറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം റസൂലേ. അവിടുന്ന് 3 പ്രാവശ്യം സലാം പറയാൻ വേണ്ടിയും അവിടുന്ന് അസ്സലാമു അലൈക്കും അധികരിപ്പിക്കാൻ വേണ്ടിയും ഞാൻ അസ്സലാമു അലൈക്കും തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വീടിനകത്തളത്തിൽ നിന്ന് പതുക്കെ സലാം അടക്കിയിരുന്നു റസൂലേ. തങ്ങളുടെ അസ്സലാം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഖൈർ അധികരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പതുക്കെ സലാം അടക്കിയത് റസൂലേ. കടന്നു വന്നാലും ഹബീബേ ഹബീബേ. സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വീട്ടിലെന്ന് പെരുന്നാളായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിക്കുകയാണ്. അവസാന നബി തങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോ ഫഖറബ ഇലൈഹി ഹിമാറാ, നബി തങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒരു കഴുതയെ ഞാൻ സജ്ജീകരിച്ചു നൽകിയെന്ന് സഅദ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഉസ്താദുമാര് നമ്മുടെ വീട്ടിലേക്ക് ചെലവിന് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുമ്പോ, ഉസ്താദ് വണ്ടി വിടാം കേട്ടാ, നമ്മളെ കാർ എടുത്ത് കൊടുക്കണം, വണ്ടിയിലോട്ട് അങ്ങനെ അല്ലേ? വണ്ടി വിടാറില്ലേ? ഉണ്ട്. കല്യാണത്തിന്റെ ദിവസം പുതിയാപ്പിളയുടെ കൂടെ കൊണ്ടുപോകും.
കല്യാണം കഴിയുമ്പോൾ ഉസ്താദ് റോഡിൽ നിൽക്കുക, ബീനാപ്പീസിലോട്ടൊന്ന് ഇറക്കിയേക്കണേ, ബുഹറിനോട് എത്തിയില്ലെങ്കിൽ കമ്മറ്റിക്കാർ പിരിച്ചു കൊടുക്കും, റോഡിൽ നിന്ന് കൈ കാണിക്കുക. കാരണം എന്താ, അത് കഴിയുമ്പോൾ പിന്നെ വേസ്റ്റ് കറിവേപ്പിലയാണ്. യാ അല്ലാഹ് പൊയ്ക്കോളെ, എങ്ങനെയെങ്കിലും പൊയ്ക്കോളനാ പറയുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്. നിക്കാഹിന്റെ ദിവസം പുതിയാപ്പിളയുടെ വണ്ടിക്കകത്ത് പോയി ഇറങ്ങും. ഇത് കഴിഞ്ഞാൽ പിന്നെ പുതിയ പെണ്ണ് കയറാനുള്ളതാണ്. അപ്പൊ പിന്നെ ഉസ്താദ് ഔട്ടായി. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് ഭക്ഷണം കഴിച്ചോന്ന് പോലും അറിയാൻ വരാം. ഉസ്താദ് മറ്റേ ഓഡിറ്റോറിയത്തിന്റെ വാതിക്കപ്പോൾ ഇങ്ങനെ നിൽക്കാണ്. ഡോറങ്ങോട്ട് തുറക്കുമ്പോൾ ചെക്കന്മാരും പെണ്ണുങ്ങളെല്ലാം കൂടെ ഇടിച്ചിട്ട് ഒരു വഴിക്കായിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോയി ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും വണ്ടിയിൽ പതുക്കെ ലിഫ്റ്റ് അടിച്ചിട്ടായിരിക്കും അടുത്ത വക്കത്തിന് പള്ളിയിലെത്തുന്നത് ളുഹറിന്. അങ്ങനെ ആകാൻ പാടില്ല. അത് തിരിച്ചു വണ്ടി ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ശ്രദ്ധിക്കണേ, നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല പല ആളുകൾ. ചിലർ ശ്രദ്ധിക്കാറുണ്ട്, പലരുടെയും അവസ്ഥ ഇതാണ്. ഏതായാലും സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോകാൻ വേണ്ടി ഒരു കഴുതയെ വിട്ടുകൊടുത്തു. ഫഖറബ ഇലൈഹി ഹിമാറൻ. കഴുതപ്പുറത്ത് നബി തങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. കഴുത നല്ലതാണ്, വാഹനത്തിന് നല്ല വാഹനമാണ്. നബി തങ്ങൾ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് കഴുതപ്പുറത്ത്. നബിയുടെ വാഹനത്തിൽപ്പെട്ടതായിരുന്നു. കഴുതയുണ്ട്, കുതിരയുണ്ട്, ഒട്ടകമുണ്ട്. ഇത് മൂന്നിലും യാത്ര ചെയ്തിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വട്ടം അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് മറുപടി കിട്ടാതിരുന്നപ്പോ നബി എന്താ ചെയ്തത്? വേഗം പതുക്കെ പോവാണ്, തിരിച്ചു പോവാൻ. നമ്മളാണെങ്കിലോ അടുപ്പ് പുകയുന്നുണ്ടല്ലോ, ചെറുതായിട്ട് അവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അകത്ത് ലൈറ്റ് കിടപ്പുണ്ടല്ലോ, പതുക്കെ അമ്പടാ ഇവിടെ ഒളിച്ചിരിക്കുക അല്ലേ കള്ള എന്നൊക്കെ പറഞ്ഞ് പതുക്കെ വീടിന്റെ പുറവശത്തോടെ ചെല്ലുക. എന്നിട്ട് കഥയൊക്കെ തുറന്നു നോക്കാൻ. നീ ഇതൊന്നുമല്ല, വേറെയും പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറയാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഇബ്നു അബി യസാർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അതസ്തഅ്ദിനു അലാ ഉമ്മി യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഉമ്മയോട് അനുവാദം ചോദിക്കണോ റസൂലേ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകി, നഅം, ഉമ്മയോട് അനുവാദം ചോദിച്ചിട്ടേ വീട്ടിനുള്ളിൽ കടക്കാവൂ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉടനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലൈസ ഫീ ബൈതി ഗൈറഹാ, എന്റെ ഉമ്മയല്ലാതെ മറ്റാരും വീട്ടിലില്ല റസൂലേ. അതസ്തഅ്ദിനു അലൈഹാ, എന്റെ ഉമ്മയോട് ഞാൻ അനുവാദം ചോദിക്കണോ? എന്റെ വാപ്പയില്ല, എന്റെ കുടുംബങ്ങളില്ല, എനിക്കാകെയുള്ളത് ഉമ്മയാണ്, ഉമ്മയാണ്. എന്റെ പ്രായം ചെന്ന ഉമ്മയോട് ഞാൻ അനുവാദം ചോദിക്കണോ റസൂലേ? എന്റെ ഉമ്മയല്ലാതെ വീട്ടിൽ മറ്റാരുമില്ല എന്ന് പറയുമ്പോഴും ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇസ്തഗ്ദിൻ അലൈഹാ, ഉമ്മയോട് അനുവാദം ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ ഇന്നി ഖാദിമുഹാ, എന്റെ ഉമ്മ മാത്രമുള്ളൂ എന്ന് മാത്രമല്ല, ആ ഉമ്മയ്ക്കുള്ള സേവകൻ ഞാൻ മാത്രമാണ്. ഞാനല്ലാതെ വീട്ടിലേക്ക് മറ്റാരും കടന്ന് ചെല്ലാറുമില്ല, ഉമ്മയ്ക്കുള്ള സേവകനുമാണ് ഞാൻ. അതസ്തഅ്ദിനു അലൈഹാ, ഉമ്മയോട് അനുവാദം ചോദിക്കണോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, യാ ജാബിറോ, അല്ലയോ ജാബിറേ, ജാബിറേ, അതുരീദു അൻ തറാ
ഉമ്മക ഉരിയാന, നിന്റെ ഉമ്മ നഗ്നയായി നിലകൊള്ളുന്നതിനെ കാണാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ. എന്നാൽ ഇസ്തഅ്ദിൻ അലൈഹാ, നിന്റെ ഉമ്മയോട് അനുവാദം ചോദിച്ചിട്ടേ വീട്ടിനുള്ളിലേക്ക് കടക്കാവുള്ളൂ. കാരണം വീട്ടിൽ ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഒരുപക്ഷെ അവർ ശരീരത്തിലെ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് അല്പമൊന്ന് ആശ്വാസം കൊള്ളുന്നവരാകാം, എന്തെങ്കിലും എണ്ണ ശരീരത്തിൽ പുരട്ടിക്കൊണ്ട് നിലകൊള്ളുന്നവരാകാം. നീ പെട്ടെന്ന് കയറി ചെല്ലല് അത് ബുദ്ധിശൂന്യതയാണ്, പാടില്ല. അതുരീദു അന്തറാ ഉമ്മക ഉരിയാന, നിന്റെ ഉമ്മ നഗ്നയായി കാണുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു ജാബിറേന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തിനാണ് കുമ്മന മുസാദ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, നിങ്ങൾക്കൊരു പാഠം ഞാൻ പറഞ്ഞു തരട്ടെയോ? ധാരാളം ചെറുപ്പക്കാര്, പ്രവാസികളാകുന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കൾ ഇന്ന് ഗൾഫിൽ നിന്ന് പറയാതെ വീട്ടിലേക്ക് വരുന്നവരുണ്ട്. സർപ്രൈസ് ആയിക്കോട്ടെ, എന്റെ വാപ്പയ്ക്കൊരു സർപ്രൈസ് ആകട്ടെ, എന്റെ ഉമ്മയ്ക്കൊരു സർപ്രൈസ് ആകട്ടെ, എന്റെ ഭാര്യയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും അറിയാതെ ഫ്ലൈറ്റ് കയറിക്കൊണ്ട് ഖത്തറിൽ നിന്നോ ഒമാനിൽ നിന്നോ കുവൈത്തിൽ നിന്നോ ബഹ്റൈനിൽ നിന്നോ സൗദിയിൽ നിന്നോ യുഎഇയിൽ നിന്നോ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാകട്ടെ അവളുടെ വീടിന്റെ പുറകുവശത്ത് വന്നിട്ട് വാതിൽമേൽ മുട്ടിയിട്ട് കതക് തുറക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കുന്നവരെ പാടില്ല. യാത്ര കഴിഞ്ഞു വരുമ്പോൾ അത് നിന്റെ ഭാര്യയായിരുന്നാലും അത് നിന്റെ ഉമ്മയായിരുന്നാലും കുടുംബമായിരുന്നാലും അവരെ അറിയിക്കൽ ഇസ്ലാമികമായ ചര്യയാണ്. അറിയിക്കാതെ, ഫോൺ വിളിച്ച് പറയാതെ, അവർക്ക് കത്തയച്ചുകൊണ്ട് അവരെ അറിയിക്കാതെ, അവർക്കൊരു മെസ്സേജ് പോലും കൊടുക്കാതെ ഈ രീതിയിലുള്ള സർപ്രൈസ് ഇസ്ലാമിന് അന്യമാണ്. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കാത്തതാകുന്ന ചര്യയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മ മാത്രമാണുള്ളത് എന്ന് പറയുമ്പോഴും അനുവാദം ചോദിക്കാതെ കടക്കരുതേ ജാബിറേ. അതുരീദു അൻ തറാ ഉമ്മക ഉരിയാന, നിന്റെ ഉമ്മ നഗ്നയായി കാണുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? മീനാപീസിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പ്രവാസികളാകുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഇന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപനമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന റൂഹേ ബയാനിലുള്ള കുടുംബാദികളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ്. ഒരുപാട് ആളുകൾ അറിയാതെ വിവരക്കേടിന്റെ അടിസ്ഥാനത്തിൽ ആരോ ഒരാൾ ചെയ്തു വെച്ചതിന്റെ തുടർച്ചയിൽ ഇന്നും ചെയ്തു വരുന്നതായ ഒരു ദുരാചാരമാണ്. ഹബീബായ നബി തങ്ങൾ ചെയ്യാറില്ല. യാത്ര കഴിഞ്ഞ്, യുദ്ധം കഴിഞ്ഞ് വന്നാലും, ഏത് യാത്ര കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചു വന്നാലും തന്റെ കുടുംബത്തിലേക്ക് നേരത്തെ തന്നെ ആളെ പറഞ്ഞേക്കുമായിരുന്നു. ഹബീബായ നബി തങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്, ഇന്ന ദിവസം എത്തുമേ. യാത്ര കഴിഞ്ഞ് വരുമ്പോഴുള്ള ഇസ്ലാമികമാകുന്ന ചര്യയാണ്. കുടുംബത്തിനോട് അസ്സലാമു അലൈക്കും പറയാതെ കടക്കരുതേ. ഇസ്ലാമികമായ ചര്യ ഇതാണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മളിതൊക്കെ പഠിക്കുന്നുണ്ട്, ജീവിതത്തിൽ അമലില്ല. നമുക്ക് പറ്റുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.